Welcome to the new session on tax planning and management. Let us look into the concepts related with the tax planning and management. As responsible citizens of the country, paying income tax on time and on your income is mandatory for the country to grow. When the income of the person rises, the liability to pay the tax rises. But the taxpayer's primary goal is to minimize his tax liability. In order to achieve his objective, the taxpayer must resort to the following three methods, that is, the tax planning, tax evasion, and tax avoidance. ഒരു രാജ്യത്തെ ഉത്തരവാദിത്തമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ വരുമാനത്തിന് കൃത്യസമയത്ത് ഇൻകം ടാക്സ് അടയ്ക്കുന്നത് രാജ്യത്തിന് വളരാൻ സാധിക്കുന്നു. ഒരു വ്യക്തിയുടെ വരുമാനം ഉയരുമ്പോൾ നികുതി അടയ്ക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റിയും വർദ്ധിക്കുന്നു. എന്നാൽ ഒരു ടാക്സ് പേയറിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ്റെ ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുക എന്നാണ്. ഈ ഒബ്ജക്റ്റീവ് ടാക്സ് പേയേഴ്സിന് ഇനി പറയുന്ന 3 രീതിയിൽ കൈവരിക്കാം. ലെറ്റ് us look into what is tax planning. Understanding what is tax planning is one of the important aspects of financial planning. Tax planning in India allows a taxpayer to make the best use of various tax exemptions, deductions, and benefits in order to minimize his tax liability every financial year. When the income of a person rises, the tax burden is also increases. Tax planning is a method adopted to minimize the tax within the provisions of the Income Tax Act 1961. Tax planning is a statutory and legal means of decreasing one's tax liabilities in a year. It will assist one to use the tax exemptions, deductions, and advantages in the great likely way for reducing the tax burden. All the tax saving practices comes under section 80C. Tax planning involves planning in order to avail all the exemptions, deductions, and rebates provided in the act. Hence, tax planning is legal. ടാക്സ് പ്ലാനിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ടാക്സ് പ്ലാനിംഗ് ഓരോ സാമ്പത്തിക വർഷത്തിലും ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിന് വിവിധ നികുതി ഇളവുകൾ, കിഴിവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഒരു ടാക്സ് പെയറിനെ അനുവദിക്കുന്നു. ഒരു വ്യക്തിയുടെ വരുമാനം ഉയരുമ്പോൾ നികുതി ഭാരവും വർദ്ധിക്കുന്നു. ഇൻകം ടാക്സ് ആക്ട് 1961 വ്യവസ്ഥകൾക്കൊപ്പം നികുതി കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ടാക്സ് പ്ലാനിംഗ്. ഒരു വർഷത്തിനുള്ളിൽ ഒരാളുടെ നികുതി ബാധ്യതകൾ, അതായത് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതിനുള്ള നിയമവ്യവസ്ഥ ചെയ്തിട്ടുള്ള നിയമപരമായ മാർഗമാണ് ടാക്സ് പ്ലാനിംഗ്. നികുതി ഇളവുകൾ അല്ലെങ്കിൽ എക്സംഷൻസ്, കിഴിവുകൾ അല്ലെങ്കിൽ ഡിഡക്ഷൻസ്, നേട്ടങ്ങൾ, അഡ്വാൻറ്റേജസ് എന്നിവ നികുതി ഭാരം കുറയ്ക്കുന്നതിന് വലിയ രീതിയിൽ ഉപയോഗിക്കുവാൻ ഇത് ഒരാളെ സഹായിക്കും. എല്ലാ ടാക്സ് സേവിംഗ് പ്രാക്ടീസസും സെക്ഷൻ 80C പ്രകാരമാണ്. ടാക്സ് പ്ലാനിങ്ങിൽ നിയമത്തിൽ നൽകിയിട്ടുള്ള എല്ലാ ഇളവുകളും, അതായത് എക്സംഷൻസും, എല്ലാ കിഴിവുകളും, അതായത് ഡിഡക്ഷൻസും, എല്ലാ റിബേറ്റ്സും, അതായത് കുറവുകളും ലഭിക്കുന്നതിന് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്നു. അതിനാൽ ഇത് നിയമപരമാണ്. ദ ഇൻകം ടാക്സ് ലോ itself provides for various methods for tax planning. Generally, it is provided under exemptions under section 10, deductions under section 80C to 80U, and rebates and relief. Some of the provisions are as follows. Investment in securities under section 1015
interest on such securities is fully exempt from tax. Exemptions under section 10A, 10B and 10BA. Then residential status of a person. Then choice of accounting system. Then choice of an organization. ഇൻകം ടാക്സ് ലോ തന്നെ ടാക്സ് പ്ലാനിങ്ങിനുള്ള വിവിധ മാർഗങ്ങൾ നൽകുന്നു. സാധാരണയായി ഇത് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10ലും ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C മുതൽ 80Uയിലും പിന്നെ റിബേറ്റുകളും റിലീഫുകളും എന്നിവ പ്രകാരം നൽകുന്നു. ചില പ്രൊവിഷൻസാണ് താഴെ പറയുന്നത്. സെക്ഷൻ 10(15) പ്രകാരം സെക്യൂരിറ്റീസിൽ നിക്ഷേപിച്ചാൽ അത്തരം സെക്യൂരിറ്റീസിലെ ഇൻട്രസ്റ്റ് പൂർണ്ണമായും ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്നു. പിന്നെ വേറൊരു ടാക്സ് പ്ലാനിംഗ് ആണ് എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 10A, 10B, 10BA പ്രകാരം. വേറൊരു ടാക്സ് പ്ലാനിംഗ് മെത്തേഡാണ് റെസിഡൻസ് സ്റ്റാറ്റസ് പ്രകാരം. പിന്നെ വേറൊന്ന് അക്കൗണ്ടിംഗ് സിസ്റ്റവും ഓർഗനൈസേഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകാരം. Let us look into what tax avoidance is. It is a method of reducing tax liability by availing the certain loopholes in the law. The tax avoidance is used to describe any attempt by legal means to prevent or reduce tax liability by taking the advantage of some provisions or lack of provisions of law. It is not fraud or concealment or any other illegal measures. Or it can be said in another way that any planning which is done strictly according to legal requirements but defeats the basic intention of the legislature can be termed as tax avoidance. It is usually done by taking full advantage of the loopholes, adjusting the affairs in such a manner that there is no infringement of taxation laws and least taxes are attracted. അതായത് നിയമത്തിലെ ചില പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് നികുതി കുറയ്ക്കുന്നതിനുള്ള ഒരു രീതിയാണ് ടാക്സ് അവോയ്ഡൻസ്. നികുതി ബാധ്യത തടയുന്നതിനോ കുറയ്ക്കുന്നതിനോ ഉള്ള നിയമപരമായ എല്ലാ ശ്രമങ്ങളെയും വിവരിക്കുന്നത് ടാക്സ് അവോയ്ഡൻസ് എന്ന വാക്കിലാണ്. ഈ പ്രയോഗം ചില വ്യവസ്ഥകൾ പ്രയോജനപ്പെടുത്തിയോ നിയമവ്യവസ്ഥകളുടെ അഭാവമോ ഉപയോഗിച്ചാകാം. ഇത് വഞ്ചന, മറച്ചുവെക്കൽ അല്ലെങ്കിൽ മറ്റ് നിയമവിരുദ്ധ നടപടികളിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നു. ഇത് നിയമപരമായ ആവശ്യകതകൾക്കനുസൃതമായി കർശനമായി നടത്തുന്ന പ്ലാനിങ് നിയമസഭയുടെ അടിസ്ഥാന ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുന്നു. ഇതിനെ നികുതി ഒഴിവാക്കലിന് ഉദാഹരണമായി വിശേഷിപ്പിക്കാം. അതായത് നികുതി നിയമങ്ങളുടെ ലംഘനമില്ലാത്തതും കുറഞ്ഞ നികുതികൾ ആകർഷിക്കപ്പെടുന്നതുമായ രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന പഴുതുകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. The various methods of tax avoidance are: 1. Deductions available in case of minor child. Second one, buying a house and getting a deduction for mortgage interest. The third one, showing the monetary transaction as loan. Fourth one, setting up residence in a country where income tax rates are low. The fifth one, putting the assets in your wife's name so that she can pay a lower rate of income tax. The sixth one, setting up a company and pay dividends rather than the income to avoid paying national insurance. The seventh one, anyone who invests in a retirement fund, uses the mortgage deduction or takes the child tax credit as a method of tax avoidance. ടാക്സ് അവോയ്ഡൻസിൻ്റെ മാർഗങ്ങളാണ്: 1. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കാര്യത്തിൽ കിട്ടുന്ന ഡിഡക്ഷൻസ്. അടുത്തത്, ഒരു വീട് വാങ്ങുകയും അത് മോർഗേജ് പലിശയ്ക്ക് കിഴിവ് നേടുകയും ചെയ്യുന്നു. മൂന്നാമത്തേത്, മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ പണമിടപാട് വായ്പയായിട്ട് കണക്കാക്കുന്നു. നാലാമത്തേത്, കുറഞ്ഞ വരുമാന നികുതി നിരക്കിലുള്ള രാജ്യത്ത് താമസ സ്ഥലം സ്ഥാപിക്കുന്നത്. അഞ്ചാമത്തേത്, നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ ഇടുന്ന സ്വത്തുക്കൾ അവർക്ക് കുറഞ്ഞ രീതിയിൽ ആദായ നികുതി നൽകാം. ആറാമത്തേത്, നാഷണൽ ഇൻഷുറൻസ് നൽകുന്നത് ഒഴിവാക്കാൻ ഒരു കമ്പനി സ്ഥാപിക്കുകയും വരുമാനത്തേക്കാൾ ലാഭവിഹിതം നൽകുകയും ചെയ്യുന്നു. ഏഴാമത്തേത്, ഒരു റിട്ടയർമെൻറ്റ് ഫണ്ടിൽ നിക്ഷേപിക്കുകയോ
മോർഗേജ് ഡിഡക്ഷൻസ് ഉപയോഗിക്കുകയോ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ടാക്സ് ക്രെഡിറ്റ് എടുക്കുകയോ ചെയ്യുവാണെങ്കിൽ ഇത് ടാക്സ് അവോയ്ഡൻസിൻ്റെ മാർഗങ്ങളാണ്. നെക്സ്റ്റ് ഈസ് ടാക്സ് ഇവേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെയർ എ പേഴ്സൺ ട്രൈ ടു റെഡ്യൂസ് ഹിസ് ടാക്സ് ലയബിലിറ്റി by deliberately suppressing the income or inflating the expenditure, showing that the income is lower than the actual income, and thereby resorting to various types of deliberate manipulations. An assessee guilty of tax evasion is punishable under the relevant laws. Under direct tax laws, provisions have been made for imposing heavy penalty and prosecution proceedings against the tax evaders. The tax evaders reduce his taxable income by one of the following steps. 1. Non-disclosure of capital gains on sale of an asset. The second one, non-disclosure of income from ബിനാമി transactions. അതായത് ഒരു വ്യക്തി തൻ്റെ നികുതി ബാധ്യത മനഃപൂർവ്വം അടിച്ചമർത്തുന്നതിലൂടെയോ അല്ലെങ്കിൽ വരുമാനം യഥാർത്ഥ വരുമാനത്തേക്കാൾ കുറവാണെന്ന് കാണിക്കുന്ന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെയോ വിവിധ തരത്തിലുള്ള മനഃപൂർവമായ കൃത്രിമത്വങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയോ നികുതി ബാധ്യതകൾ കുറയ്ക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തെ ടാക്സ് ഇവേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടാക്സ് വെട്ടിപ്പ് എന്ന് പറയുന്നു. അതുപോലെ നികുതി വെട്ടിപ്പ് നടത്തിയ കുറ്റവാളിക്ക് ബന്ധപ്പെട്ട നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷാർഹമാണ്. ഡയറക്റ്റ് ടാക്സ് ലോ പ്രകാരം കനത്ത പിഴ ചുമത്തുവാനും നികുതി വെട്ടിപ്പുകാർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എടുക്കുവാനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. നികുതി വെട്ടിപ്പുകാർ അല്ലെങ്കിൽ ടാക്സ് ഇവേഡേഴ്സ് അവൻ്റെ നികുതി വരുമാനത്തെ ഇനി പറയുന്ന ഒന്നോ അതിലധികമോ രീതിയിൽ കുറയ്ക്കുന്നു. ഒരു അസറ്റിൻ്റെ വിൽപ്പനയിലൂടെ ക്യാപിറ്റൽ ഗെയിൻസ് വെളിപ്പെടുത്താത്തത്. അടുത്തത് ബിനാമി ഇടപാടുകളിൽ നിന്നുള്ള വരുമാനം വെളിപ്പെടുത്താത്തത്. ദ തേർഡ് വൺ, വിൽഫുൾ അൺറെക്കോർഡിംഗ് ഓർ പാർഷ്യൽ റെക്കോർഡിംഗ് ഓഫ് ഇൻകംസ്. ദ ഫോർത്ത് വൺ, ചാർജിംഗ് പേഴ്സണൽ എക്സ്പെൻസ് ആസ് ബിസിനസ് എക്സ്പെൻസ്. ഫിഫ്ത്ത് വൺ, submission of bogus receipts for charitable donation under section 80G. The sixth one, failing to pay the dues. Seventh one, smuggling. Eighth one, inaccurate financial statement. Ninth one, bribery. And the last one, storing wealth outside the country. These are some of the methods of tax evasion. മൂന്നാമത്തേത് മനഃപൂർവ്വം രേഖപ്പെടുത്താത്തതയോ വരുമാനത്തിൻ്റെ ഭാഗികമായി റെക്കോർഡ് ചെയ്യുന്നതോ. നാലാമത്തേത് വ്യക്തിഗത ചെലവുകൾ ബിസിനസ് ചെലവായി ഈടാക്കുന്നു. അടുത്തത് 80G പ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വ്യാജ റെസിപ്റ്റ് സമർപ്പിക്കൽ. അടുത്തത് കുടിശ്ശിക അടയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നത്. വേറൊരു രീതിയാണ് കള്ളക്കടത്ത്. വേറൊന്ന് തെറ്റായ സാമ്പത്തിക പ്രസ്താവന അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്തതൊന്നാണ് കൈക്കൂലി. വേറൊരു രീതിയാണ് രാജ്യത്തിൻ്റെ പുറത്ത് സമ്പത്ത് സംഭരിക്കുക. നെക്സ്റ്റ് ലെറ്റ് us look into the tax management. Tax management refers to compliance with the income tax rules and regulations and managing the tax affairs. Tax management covers the matters relating to taking steps to avail various tax incentives, hiring a tax professional to take care of tax compliance with the tax rules and regulations, timely filing of return, getting the accounts audited, deduction of tax at source, etc., and also protecting from consequences of non-compliance of tax rules and regulations. It also includes the review of department orders and, if needed, apply for rectification of mistakes, filing an appeal, tax revision or settlement of tax cases. ടാക്സ് മാനേജ്മെൻറ്റ് എന്നത് ഇൻകം ടാക്സ് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നതിനെയും നികുതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്നു. ടാക്സ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താഴെ പറയുന്നവ. ഒന്നാമത്തേത്, വിവിധ നികുതി ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ നടപടികൾ സ്വീകരിക്കുന്നു. രണ്ടാമത്തേത്, നികുതി നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി നികുതി പാലിക്കൽ, സമയബന്ധിതമായി റിട്ടേൺ ഫയൽ ചെയ്യൽ, അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത്,
TDS തുടങ്ങിയവ പരിഗണിക്കാൻ ഒരു ടാക്സ് പ്രൊഫഷണലിനെ നിയമിക്കുന്നു. മൂന്നാമത്തേത്, നികുതി നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്തതിൻ്റെ അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനും. നാലാമത്തേത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓർഡറുകൾ അവലോകനം ചെയ്യുക, ആവശ്യമെങ്കിൽ തെറ്റ് തിരുത്തുക, അപ്പീൽ സമർപ്പിക്കുക, ടാക്സ് റിവിഷൻസ് അല്ലെങ്കിൽ ടാക്സ് കേസസ് പരിഹരിക്കുന്നതിന് അപേക്ഷിക്കുക. ഇതെല്ലാമാണ് ടാക്സ് മാനേജ്മെൻറ്റ് രീതികൾ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ സ്കോപ്പ് ഓഫ് ടാക്സ് മാനേജ്മെൻറ്റ്. The important areas of tax management are: 1. TDS. TDS means tax deducted at source. The person responsible for deducting tax at source should deduct from the income, and that should be paid to the central government on time. Moreover, he should issue the deduction certificate to the deductees and file it in the income tax website. The second area is collection of tax at source. In special cases, some persons responsible for collecting the tax at source from the buyers, they should comply with those formalities. The third one is payment of tax. The tax can be paid as advance tax. The payment of tax may be on self-assessment, and the payment of tax on demand, that is, payment of tax after receiving the notice from the authorities. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാന മേഖലകളാണ്: 1. TDS, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് വരുമാനം ഉണ്ടാവുന്ന ഉറവിടത്തിൽ തന്നെ നികുതി കുറയ്ക്കുന്നത്. TDS ഉത്തരവാദികളായ വ്യക്തികൾ വരുമാനത്തിൽ നിന്ന് ടാക്സ് കുറയ്ക്കണം. അത് കേന്ദ്ര സർക്കാരിന് കൃത്യസമയത്ത് നൽകുകയും ചെയ്യണം. അതുപോലെ TDS പിടിക്കുന്ന വ്യക്തികൾക്ക് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യണം. അത് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ ഫയൽ ചെയ്യുകയും വേണം. രണ്ടാമത്തെ ഏരിയയാണ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്, അതായത് ഉറവിടത്തിൽ നികുതി പിരിവ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വാങ്ങുന്നവരിൽ നിന്ന് ഉറവിടത്തിൽ തന്നെ നികുതി പിരിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള വ്യക്തികൾ ഫോർമാലിറ്റീസ് പാലിക്കപ്പെടണം. മൂന്നാമത്തെ ഏരിയയാണ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സ് അഡ്വാൻസ് ടാക്സ് ആയിട്ട് നമുക്ക് അടയ്ക്കാം. അതുപോലെ സ്വയം വിലയിരുത്തലിലൂടെ ടാക്സ് അടയ്ക്കുകയും ചെയ്യാം. വേറൊരു രീതിയാണ് അധികാരികളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതിന് ശേഷം ആവശ്യാനുസരണം നികുതി അടയ്ക്കുന്നത്. ഫോർത്ത് ഏരിയ ഈസ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. എവറി ബിസിനസ്മാൻ ഓർ എ പ്രൊഫഷണൽ must maintain books of accounts and other relevant documents so that the tax can be computed accurately and verified by the assessing officer. Maintenance of books of accounts, vouchers, bills, correspondence and agreements, etc. is a part of tax management. The fifth area is audit of books of accounts. Books of accounts or accounting records have to be maintained if the gross receipts are more than rupees 1 lakh in 3 preceding years for an existing profession. This also applies to a newly set up whose gross receipts are expected to be more than rupees 1,50,000. The sixth area of tax management is furnishing the return of income. The tax manager must ensure that the return of income is furnished on time. Otherwise, the assessee will lose the right to carry forward and set off losses and become liable to pay interest, penalty or prosecution or both. ടാക്സ് മാനേജ്മെൻറ്റ് നാലാമത്തെ ഏരിയയാണ് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ പരിപാലനം. ഓരോ ബിസിനസ്സുകാരനോ പ്രൊഫഷണൽസിനോ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അതുപോലെ മറ്റ് പ്രസക്തമായ രേഖകളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ നികുതി കൃത്യമായി കണക്കാക്കാനും അസസിംഗ് ഓഫീസർക്ക് പരിശോധിക്കാനും കഴിയുന്നു. അക്കൗണ്ട് ബുക്കുകൾ, ബില്ലുകൾ, വൗച്ചറുകൾ, കറസ്പോണ്ടൻസ്, എഗ്രിമെൻറ്റ്സ് തുടങ്ങിയവ പരിപാലിക്കുന്നത് നികുതി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ അഞ്ചാമത്തെ ഏരിയയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഓഡിറ്റ്.
അതായത് ടോട്ടൽ റെസിപ്റ്റ്സ് 1,00,000 മുകളിൽ 3 വർഷങ്ങളിൽ നിലവിലുള്ളൊരു തൊഴിലുണ്ടെങ്കിൽ, അതുപോലെ പുതുതായി ഉള്ള ഒരു തൊഴിലിനും ഇത് ബാധകമാണ്. അവരുടെ മൊത്തം റെസിപ്റ്റ്സ് 1,00,000 മുകളിലാണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊരു ഏരിയയാണ് ഫർണിഷിംഗ് ദ റിട്ടേൺ ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ അല്ലെങ്കിൽ ITR. അതൊരു വരുമാനത്തിൻ്റെയും നികുതിയുടെയും പ്രസ്താവനയാണ്. അതൊരു ടാക്സ് പെയർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് നിർദ്ദിഷ്ട ഫോമിൽ നൽകേണ്ടതാണ്. റിട്ടേൺ ഓഫ് ഇൻകം കൃത്യസമയത്ത് നൽകിയിട്ടുണ്ടെന്ന് ഒരു ടാക്സ് മാനേജർ ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം മുന്നോട്ട് പോകുന്നതിനും നഷ്ടം നികത്തുന്നതിനുമുള്ള അവകാശം ഒരു അസസ്സിക്ക് നഷ്ടപ്പെടുകയും പലിശ, പിഴ, പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ രണ്ടും നൽകാനുള്ള ബാധ്യതയും ഉണ്ടാകുകയും ചെയ്യും. The seventh area of tax management is documentation and maintenance of tax records. An assessee should keep complete and updated tax files so that the documentary evidences can be made available in all cases of queries. Tax files include filed returns, form number 16, documentary evidence in support of deductions, rebates and reliefs, court orders, etc. And the other area of tax management is review of orders of income tax department. The review of the assessment orders and other orders received from the income tax department is an important function of the tax management. If there is any mistake in the order, application for rectification can be made to the assessee. And also, if the order is prejudicial to the interest of the assessee, he can file an appeal, revision, or an application for the settlement of the case can be made. ഏഴാമത്തെ ടാക്സ് മാനേജ്മെൻറ്റ് ഏരിയയാണ് ടാക്സ് റെക്കോർഡുകളുടെ ഡോക്യുമെൻറ്റേഷനും പരിപാലനവും. ഒരു അസസ്സി പൂർണ്ണമായും അപ്ഡേറ്റ് ചെയ്തതുമായ ടാക്സ് ഫയലുകൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ എല്ലാ ചോദ്യങ്ങളുടെയും കാര്യത്തിൽ ഡോക്യുമെൻ്ററി തെളിവുകൾ ലഭ്യമാകുകയും ചെയ്യും. അതുപോലെ നികുതി ഫയലുകളിൽ ഫയൽ ചെയ്ത റിട്ടേണുകൾ, ഫോം നമ്പർ 16, റിബേറ്റുകൾ, റിലീഫുകൾ, അതുപോലെ കോർട്ട് ഓർഡേഴ്സ് തുടങ്ങിയവ ഉൾപ്പെടുന്നു. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ അടുത്തൊരു ഏരിയയാണ് റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ഓഫ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ ഓർഡറുകളുടെ അവലോകനം. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ച അസസ്മെൻ്റ് ഓർഡറുകളും മറ്റു ഓർഡറുകളും അവലോകനം ചെയ്യുന്നത് നികുതി മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാന പ്രവർത്തനമാണ്. ഓർഡറിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായി അപേക്ഷ നൽകാം. അതുപോലെ ഏതെങ്കിലും ഒരു ഓർഡർ മുൻവിധിയോടുള്ളതാണെങ്കിൽ അതൊരു അസസ്സിക്ക് അപ്പീൽ നൽകുവാനും റിവിഷൻ അല്ലെങ്കിൽ കേസ് തീർപ്പാക്കാനുള്ളൊരു അപേക്ഷ എന്നിവ സമർപ്പിക്കാൻ കഴിയും. നെക്സ്റ്റ് ഈസ് അബൌട്ട് ടാക്സ് പ്ലാനിംഗ് ആൻഡ് ടാക്സ് മാനേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് മീനിങ്, ഡീലിംഗ്, ഒബ്ജക്റ്റീവ്, ഫോക്കസ് ആൻഡ് ഒബ്ലിഗേഷൻ. Their involvement, scope, activity and the depth. Kindly make a note of this so that it will benefit for your university exams. Next, about the comparison of tax planning versus tax avoidance versus tax evasion. It is compared on the basis of meaning, nature, legality, example, acceptance, penalty, implication, general practice, process, consequence, achievement, use, court and others. Kindly make a note of this for your exams.